എല്ലാവർക്കും ഗ്രീൻ ഡയറീസിൻ്റെ വീഡിയോസിലേക്ക് സ്വാഗതം. ശുദ്ധമായ മസാലപ്പൊടി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. ഒരു 15 തണ്ട് കറിവേപ്പില, 1/3 കപ്പ് കുരുമുളക്, 8 വറ്റൽമുളക്, 1/2 കപ്പ് മല്ലി എന്നിവയാണ് ആവശ്യം. കഴുകി വൃത്തിയാക്കിയ മല്ലി ചൂടുകട്ടിയുള്ള പാത്രത്തിലേക്കിട്ട് അതിലെ വെള്ളം വറ്റുന്നതുവരെ മീഡിയം ഫ്ലെയിമിലും ശേഷം ലോ ഫ്ലെയിമിലും വറുത്തെടുക്കണം. അതൊരു പകുതി റോസ്റ്റായി വരുമ്പോൾ തണ്ടോടുകൂടി മുറിച്ചെടുത്ത കറിവേപ്പില ചേർത്ത് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് പട്ട, ഗ്രാമ്പ് എന്നിവയൊന്നും ചേർക്കാറില്ല. അത് ആവശ്യമില്ലാത്ത മസാലക്കറികൾക്കും കൂടി ഈ പൊടി ഉപയോഗിക്കാം എന്നതുകൊണ്ടാണ് ഇവ ചേർക്കാത്തത്. ചിക്കൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ കൂട്ടത്തിൽ അല്പം ഗരം മസാലപ്പൊടി കൂടി ചേർത്താൽ മതി. കറിവേപ്പില ഒക്കെ റോസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ മറിച്ചിട്ട് ചെയ്യണം. എങ്കിലേ എല്ലാ വശവും നന്നായി മൊരിഞ്ഞു വരികയുള്ളൂ. മല്ലി, കറിവേപ്പില ഈ കളറാകുമ്പോൾ അതിലേക്ക് പൊട്ടിച്ച് വെച്ച വറ്റൽമുളക് 8 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്ത് മറിച്ചിട്ട് നന്നായി റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം. അത് തണുക്കുമ്പോഴേക്കും ഇതിലേക്ക് 1/3 കപ്പ് കുരുമുളക് ചേർത്ത് ചെറുതായി റോസ്റ്റ് ചെയ്ത് വയ്ക്കുക. കുരുമുളക് വേറെ തന്നെ പൊടിച്ചെടുക്കണം, അതുകൊണ്ടാണ് വേറെ തന്നെ റോസ്റ്റ് ചെയ്ത് വയ്ക്കുന്നത്. മിക്സിയിൽ ഇട്ട മല്ലിക്കൂട്ട് നന്നായി പൊടിച്ചെടുക്കുക. ഈ പൊടിയുടെ കൂടെയാണ് വറുത്തെടുത്ത കുരുമുളക് ചേർത്ത് തരിതരിപ്പായി പൊടിച്ചെടുക്കേണ്ടത്. കുരുമുളക് നന്നായി പൊടിഞ്ഞു പോയാൽ അതിൻ്റെ രുചി കുറയും. തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലാക്കി സൂക്ഷിക്കാം. ഇതിലധികം വേണ്ടുന്നവർ ഇതിൻ്റെ ഇരട്ടി അളവെടുത്ത് പൊടിച്ചു വയ്ക്കാം. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുമല്ലോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.